ഹലോ. രാവിലെയാണ് കേട്ടോ. രാവിലെ ചോറിന് കൊണ്ടുപോകാനായിട്ട് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ചെമ്മീൻ ഇവിടെ ഏത് ചെറുത് കിട്ടിയാലും നമ്മൾ വാങ്ങും കേട്ടോ. ഇത് കുറച്ച് വലിപ്പമുണ്ട്. ചില സമയത്ത് കൊണ്ടുവരുന്നത് തീരെ ചെറുതായിരിക്കും. എങ്കിലും ചെമ്മീൻ ഇഷ്ടമായതുകൊണ്ട് ചെമ്മീൻ വാങ്ങാറുണ്ട്. അങ്ങനെ ചെമ്മീൻ്റെ തോടൊക്കെ പൊളിച്ച് കളയുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് ചേട്ടായിക്ക് ചോറിന് കൊണ്ടുപോകാനായിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജോലി നേരത്തെ ഒതുങ്ങുകയും ചെയ്യും. അങ്ങനെ ചെമ്മീനൊക്കെ തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രയും ചെമ്മീൻ തോട് കളഞ്ഞപ്പോൾ കിട്ടിയതാണ് ഇത്. ഇനി ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അരപ്പെല്ലാം ചെമ്മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത ബർണറിൽ ദോശ ഉണ്ടാക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. എണ്ണയൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് ചെമ്മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിയൊക്കെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ചോറ് വെക്കാനായിട്ട് വെള്ളം എടുക്കുകയാണ് കേട്ടോ. ഇത് ചോറ് എപ്പോഴാണ് വെക്കുന്നത്. ചോറ് വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതാണ് ചേട്ടായിക്ക് കൊടുത്തു വിടുന്നത്. ഇനി ലഞ്ച് ബോക്സിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. ഇന്ന് ലഞ്ചിന് പാവയ്ക്കാത്തോരനും ചമ്മന്തി, ചെമ്മീൻ ഫ്രൈയും ഒക്കെയാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. പിന്നെ തൈര് എല്ലാ ദിവസവും ഉണ്ട്. അതൊരിക്കലും നമ്മൾ ഒഴിവാക്കാറില്ല. വല്ല ജലദോഷമോ അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ തൈര് ഒഴിവാക്കാറുള്ളൂ. ഏതെങ്കിലും ഒരു മീൻ ഫ്രൈ കാണും, ഇല്ലെങ്കിൽ നമ്മൾ മുട്ട ഓംലെറ്റ് ആക്കി കൊടുത്തു വിടും. അങ്ങനെയാണ് എല്ലാ ദിവസവും ഇവിടെ ലഞ്ച് ബോക്സ് എടുക്കുന്നത്. കൂടുതൽ സംഭവങ്ങളൊന്നും കാണുകയില്ലാട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ്.
ലഞ്ച് ബോക്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല ബോക്സാണ്. ലീക്കും പ്രശ്നങ്ങളും ഒന്നുമില്ല. നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അരി കഴുകി ഇടുകയാണ്. വെള്ളം തിളച്ചിട്ടൊന്നുമല്ല, തിളയ്ക്കുന്നതിന് മുമ്പേ തന്നെ അരി കഴുകി ഇടാറുണ്ട്. ചോറ് ഒന്നുകൂടി തിളപ്പിച്ച് നമ്മൾ ഇറക്കി വെക്കുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. സാധാരണ എല്ലാവരും രണ്ടാമത് തിളപ്പിച്ചിട്ട് ചോറ് വാർക്കുകയാണ് പതിവ്. പക്ഷേ ഞാൻ അങ്ങനല്ല ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും ചോറ് നന്നായിട്ട് വേവണം. അത് കാരണം ഒന്നുകൂടി തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് തന്നെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കും. ഞാനിങ്ങനെ ചോറ് വെക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ട വീഡിയോയാണത്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കൂട്ടത്തിലൊരു തക്കാളി രസം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പച്ചക്കറികളൊക്കെ വെള്ളത്തിലേക്കിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ തക്കാളി രസം, മോരുകറി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചക്കറി തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വെണ്ടക്കായും അമരക്കായും ഒരു ഉരുളക്കിഴങ്ങും എല്ലാം കൂടെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ അമരക്ക തന്നെ വെച്ചാൽ ആർക്കും ഇഷ്ടമില്ല, ആരും കഴിക്കുകയില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആണെങ്കിൽ എല്ലാവരും കഴിച്ചോളും. നല്ല ടേസ്റ്റുമാണ്. തക്കാളി രസം ഉണ്ടാക്കാനായിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, കുരുമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചതച്ചത് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി രസം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർ ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ ഇതെല്ലാം കിട്ടും. കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 1000-ലധികം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ആദ്യമൊക്കെ ഇട്ട വീഡിയോസ് ആണെന്ന് തോന്നുന്നു ഈ തക്കാളി രസമൊക്കെ. കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ തോരൻ ആവി വന്നപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മിക്സഡ് വെജിറ്റബിൾസൊക്കെ കൂട്ടി ഒരു തോരനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ പച്ചക്കറിയൊന്നും വേസ്റ്റായി പോവുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ കഷ്ണങ്ങൾ, മുറിച്ച കഷ്ണങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്കിങ്ങനെ തോരൻ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പച്ചക്കറി കൊണ്ടുവരുന്ന ഒന്നുപോലെ നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ടി വരികയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും. ഏറ്റവും ലാസ്റ്റിൽ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും വിശദമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് വറുക്കും പരിപാടികളും ഒന്നുമില്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കി എണ്ണെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ തക്കാളി രസവും റെഡിയാവും. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വലിയ ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തക്കാളി രസവും റെഡിയായി സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മീൻ ഫ്രൈയും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കയറി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. താങ്ക് യു.